വൈകുന്നേരം ചായക്കായിട്ട് നമുക്ക് ചോറ് വച്ചിട്ട് നല്ലൊരു സൂപ്പർ ഐറ്റം ഉണ്ടാക്കി എടുക്കാം കേട്ടോ. വൈകുന്നേരം കുട്ടികൾക്ക് ചായക്ക് കൊടുക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള സ്നാക്കാണിത്. ഇതൊക്കെ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നല്ലൊരു ഐറ്റമാണ് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. നമ്മൾ ചോറ് വെച്ചിട്ട് ഉണ്ടാക്കിയെന്ന് പോലും തോന്നത്തില്ല, അത്രയ്ക്ക് രുചിയാണ് കേട്ടോ. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ അതേപോലെ ഒരുപാട് ചോറ് വേണ്ട, നമുക്കൊരു 1.5 തവി ബാലൻസ് ഒക്കെ വരും എന്ന് ഉദ്ദേശിക്കുന്ന ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ചോറ് വെച്ചിട്ടൊന്ന് സ്നാക്ക് ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു 1.5 തവി ഇതുപോലെ ചോറ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സി ഒരു ചെറിയൊരു മിക്സിയുടെ ജാറിലേക്കാണെങ്കിൽ ഇതുപോലെ ഒരുപാട് തേങ്ങ ചിരണ്ടി എടുക്കാൻ പറ്റുന്നവരാണ് തേങ്ങ ചിരണ്ടി എടുക്കുക. ഇനി തേങ്ങ ചിരണ്ട മടിച്ചുകോതകളാണെങ്കിൽ എന്നെ പോലെ മടിച്ചുകോതകളായാലോ കൊണ്ടെങ്കിൽ അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കിള്ളിയിട്ടിട്ട് ഇതുപോലെ കുറച്ചൊരു 1/2 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് നമുക്ക് 1-2 ഐറ്റം ഇതിനകത്ത് ചേർക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് ശർക്കര നമുക്ക് ഇതുപോലെ ഒന്ന് ഒരു 1/2 കട്ട് ശർക്കര മതി കേട്ടോ. 1/2 കട്ട് ശർക്കര നമുക്ക് ഇതുപോലെ ഒന്ന് ഇടിച്ച് പൊട്ടിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ പാനിലിട്ട് ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ ഒരു കല്ലൊക്കെ ഉണ്ടാവുമല്ലോ, ചില ശർക്കരയിൽ കല്ലുണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് പാനിയാക്കിയിട്ട് ജസ്റ്റ് ആ ഒരു ശർക്കരയിലെ കല്ലും ഒക്കെ ഒന്ന് കിട്ടാവുന്ന രീതിയിൽ നമുക്കതൊന്ന് ഇതുപോലെ ഒന്ന് ഫുള്ളൊന്ന് പൊട്ടിച്ച് ഇതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കണേ. ഇനി നമുക്കത് ഉരുക്കിയെടുത്തിട്ടോ ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്തിട്ട് നമുക്കതിൻ്റെ പാനി ആയിട്ട് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതിങ്ങനെ അരിച്ചെടുക്കുമ്പം കുറച്ചൊക്കെ കല്ലൊക്കെ ഉള്ള ശർക്കര ഒക്കെ ആണെങ്കിൽ നമുക്കത് ഇതുപോലെ കല്ല് കിട്ടും. അല്ലെങ്കിൽ അരിച്ചെടുത്തില്ലെങ്കിൽ ചിലപ്പോൾ നമ്മളത് എടുക്കുമ്പം ചിലപ്പോൾ ഒരു കല്ല് കടിക്കും കേട്ടോ. പിന്നെ ഇതുപോലെ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ചോറും തേങ്ങയും കൂടെ കൂടിയിട്ട് നമ്മൾ ആ ഒരു ശർക്കര പാനിയിലിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൊട്ടിയിടണേ. നമ്മൾ ഇതുപോലെ തന്നെ കൊട്ടി കഴിയുമ്പം നമ്മൾ ഗ്യാസ് ഓഫ് ആയിരിക്കണം കേട്ടോ. ഗ്യാസ് ഓഫ് ആയിട്ട് നമ്മളിത് ഫുള്ള് കൊട്ടി കഴിഞ്ഞിട്ട് മാത്രം ഗ്യാസ് ഓൺ ആക്കുക. ഈ കട്ടകളൊക്കെ ഒന്ന് ഫുള്ളൊന്ന് അടത്തിയിട്ട് ഇതുപോലെ ഒന്ന് ഫുള്ളൊന്ന് അടത്തിട്ട് കൊടുക്കണം കേട്ടോ. അടത്തിട്ട് കൊടുത്തതിന് ശേഷമേ നമ്മുടെ ആ ഒരു ഗ്യാസ് ഓൺ ആക്കാവുള്ളൂ കേട്ടോ. ഇതുപോലെ ഒന്ന് ഫുൾ അടത്തിയിട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഗ്യാസ് ഓണാക്കി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. കുറുകി വന്ന് തുടങ്ങുമ്പം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് കേട്ടോ. നമ്മൾ ഈ ശർക്കര ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഇങ്ങനെ കത്തിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളുണ്ടല്ലോ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് പഞ്ചസാര എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഏലക്ക അതുപോലെ ചെറിയ ജീരകം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനിത് ഇട്ട് കൊടുത്തത് സ്കിപ്പായി പോയിട്ടുണ്ട് കേട്ടോ, ക്യാമറ ഓഫായിരുന്നേ. പിന്നെ നമുക്കിതാ ഇതുപോലെ ഒരു 2-3 സ്പൂണ് അരിപ്പൊടി എടുത്തിട്ട് ഇതുപോലെ നമ്മൾ വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ, പത്തിരിക്ക് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്നത്. അത് നമുക്ക് കുറച്ച് വെള്ളം അതിൻ്റെ ഒക്കെ മിക്സ് ചെയ്ത് കട്ട ഒന്ന് ഉടത്തിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അരിപ്പൊടി നമ്മൾ കുറുക്കി അതിനകത്തേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് വറ്റിച്ച് ഇതുപോലെ ഒന്ന് കുറുക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു അലുവ പരുവത്തിൽ കിട്ടാനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു പാനിലേക്ക് ഒരു 2 സ്പൂൺ മാത്രം പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. പഞ്ചസാര ഇതുപോലെ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പഞ്ചസാര ക്യാൻഡിയാക്കി എടുത്തിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് ജസ്റ്റ് ഒന്ന് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു പഞ്ചസാര ക്യാൻഡിയും നമ്മുടെ അണ്ടിപ്പരിപ്പും കൂടെ കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്കത് നമ്മൾ കുറുക്കി വറ്റിച്ച് വെച്ചേക്കുന്ന നമ്മുടെ ആ ഒരു പാനിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുമ്പം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ നിങ്ങൾക്കിത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും ആ പാത്രത്തിൽ നിന്ന് ശരിക്കും ഇതുപോലെ വിട്ട് വരും കേട്ടോ. ശരിക്കും ഒരു നല്ലൊരു ബ്രൗണിഷ് കളറിലായിട്ട് നമുക്ക് അലുവയുടെ ആ ഒരു പരുവത്തിലേക്ക് തന്നെ കിട്ടും കേട്ടോ. നല്ലൊരു നമ്മളിതിങ്ങനെ അണ്ടിപ്പരിപ്പ് നമ്മളൊരു ക്യാൻഡിയിലേക്ക് ഇട്ട് ഇങ്ങനെ ഇത് മുരിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക മണം കിട്ടും കേട്ടോ. ആ ഒരു ഫ്ലേവറും മണം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു അലുവയിലേക്കും നമുക്കത് കിട്ടും കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുത്തിട്ട് നമുക്കൊരു സ്റ്റീലിൻ്റെ ഒരു പാത്രമോ അല്ലെങ്കിൽ ഒരു ചില്ലിൻ്റെ ഒരു ബൗളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിലൊക്കെ കൊട്ടാനായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ചെറിയൊരു ചില്ലിൻ്റെ ഒരു പാത്രം ഇതുപോലെ ഒന്ന് കുറച്ച് എണ്ണ നിങ്ങൾക്ക് തടവി കൊടുക്കാൻ വേണമെങ്കിൽ നെയ്യ് ആവശ്യമുള്ള ആളുകൾക്കാണെങ്കിൽ വേണമെങ്കിൽ ഒന്ന് നെയ്യ് തടവി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ഒരു ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വെള്ളമുള്ള ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3-4-5 അണ്ടിപ്പരിപ്പ് ജസ്റ്റ് ഒന്ന് ഇട്ടു അതിന് മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതുപോലെ ജസ്റ്റ് ഒന്ന് കൊട്ടിയെടുക്കാം കേട്ടോ. നമ്മളിതിങ്ങനെ കൊട്ടി വെച്ചിട്ട് നമ്മളൊന്ന് എണ്ണ തൂത്തൊന്ന് നമുക്ക് മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് തടവി കൊടുത്തിട്ട് നമുക്കുണ്ടല്ലോ ചൂടാറാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ നേരെ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്നതെങ്കിൽ ഏകദേശം ഒരു 3-4 മണിക്കൂറും കൊണ്ട് ഇത് സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ വൈകുന്നേരം 4 മണിക്ക് കുട്ടികൾ വരുന്ന ടൈമിൽ ഉണ്ടാക്കി കൊടുക്കണമെന്നെങ്കിൽ നമുക്കൊരു ഉച്ചയ്ക്ക് ഒരു ജോലിയൊക്കെ കഴിഞ്ഞ ഒരു ഉച്ചയ്ക്കൊക്കെ ടൈമിൽ നമുക്കിത് ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ ഒരു 4 മണി 4 ടൈമിലൊക്കെ നമുക്കത് ശരിക്കും സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതുപോലെ ഒന്ന് അറ്റം ഒന്ന് പിടിച്ചിട്ടിട്ട് നമുക്കത് കൊട്ടാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് തിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. തിരിച്ച് വെച്ച് കൊടുത്തപ്പോൾ തന്നെ ഇതുപോലെ ഒന്ന്
കവന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് അലുവ മുറിച്ചെടുക്കുന്ന പോലെ തന്നെ നമുക്കത് കട്ട് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ ഏലക്കയുടെയും ആ ജീരകത്തിൻ്റെയും ഒക്കെ ഒരു ഫ്ലേവറും ഒക്കെ വന്നതുകൊണ്ട് തന്നെ നമുക്കത് കഴിക്കാനായിട്ട് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. വളരെ നല്ലൊരു ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1.5 മണിക്കൂറും കൊണ്ട് അത് ജസ്റ്റ് ഞാനതിപ്പോൾ മറിച്ചു കേട്ടോ. കൊച്ചു വന്നു, സ്കൂളിട്ട് വന്നേ, അപ്പോൾ കൊടുക്കാൻ വേണ്ടി മറിച്ചു. അപ്പം നിങ്ങളിത് വയ്ക്കുമ്പം ഒരു 3-4 മണിക്കൂർ നേരം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് എടുത്ത് നോക്കാം കേട്ടോ. അല്ലെങ്കിൽ സെറ്റ് ആവാനായിട്ട് താമസം വരെ. അപ്പോൾ ഒരു കുറച്ച് ചോറൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാം ആളും ഷെയർ ചെയ്തിരിക്കണേ. പിന്നെ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ വേണ്ടി കാണാം. ബൈ.